ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണമൊക്കെ വരാനായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഓണത്തിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് മാലകളാണ് ഇന്ന് കാണിക്കാനായിട്ട് പോണത്. ഇത് രണ്ടെണ്ണം വരുന്നൊരു കോംബോ സെറ്റാണ് കേട്ടോ. രണ്ടെണ്ണത്തിനും കൂടിയിട്ട് 234 അങ്ങനെ എത്രയാണ് റേറ്റ് വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ മാലയുടെ ഒക്കെ തന്നെ കോഡും ഞാൻ അവിടെ തന്നെ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് മാല വന്നിട്ട് ഇതാണ്. ഈ മാല പ്രത്യേകിച്ച് കളറും വേറൊരു സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് ഫുള്ളായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ എന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല. ഒരു എന്താ പറയുക, ബീഡ്സും പിന്നെ അതുപോലെ തന്നെ അറ്റത്തായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ മുല്ലമൊട്ടുമാല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഡിസൈൻ പോലെയാണ് തോന്നിയത്. പിന്നെ ഇതിങ്ങനെ നമ്മുടെ ചരടാണ് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റണതാണ്. പിന്നെ ഇതിന് കമ്മലും ഉണ്ട്. കമ്മൽ ഇതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കമ്മൽ വരുന്നത്. ഇതിൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് കേട്ടോ, ബാക്ക് വശം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം എന്നാലല്ലേ നമുക്കത് പൊട്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കുറച്ച് കളർ കൂടിയോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. കാരണം ഇങ്ങനെ എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നാനില്ല, പക്ഷേ ഇത് ഇടുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു മഞ്ഞപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണിൻ്റെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആവുമെന്നൊന്നും പറയണില്ല കേട്ടോ. എനിക്കങ്ങനെ കുറച്ച് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ കമ്മൽ വന്നിട്ട് സ്റ്റഡാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് സ്റ്റഡിലും കൊടുത്തേക്കണത്. കുഞ്ഞ് സ്റ്റഡാണ് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇത് കളർ പോകുമെന്നുള്ളതിന് എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇതിൻ്റെ ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ വയ്ക്കാൻ എടുക്കില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ബീഡ്സ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് കളർ ഇളകുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എന്തെന്നായാലും ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണതല്ലല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ് തോന്നണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മാല കേട്ടോ. നമ്മുടെ ഈ ഒരു കോംബോ സെറ്റിലെ ആദ്യത്തെ മാല ഇതാണ്. ഇനി നമുക്ക് അടുത്ത മാല നോക്കാം കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ വരുന്നൊരു മാല തന്നെയാണ്. ഇതിനും ചരട് തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കണത്. പിന്നെ ഇതിന് കമ്മൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാല ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ മാല വന്നിട്ട് എന്താ പറയുക, ഒരു സെമി സർക്കിൾ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു മാലയാണ് കേട്ടോ. പിന്നെ ഈ മാല ഞാൻ അടിയിലൊരു വീഡിയോ കൊടുക്കാം. നമ്മുടെ ഈ ഒരു എന്താ പറയുക, കള്ളനും ഭഗവതിയും ആ ഒരു മൂവിയിൽ നമ്മുടെ അനുശ്രീ ചേച്ചിട്ടുള്ള മാലയാണ് കേട്ടത്. ഞാൻ ആ മൂവി കണ്ടപ്പോഴാണ് ഇതാണല്ലോ ഞാൻ മേടിച്ചത് എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ അനുശ്രീ ചേച്ചി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഞാനിടുമ്പോൾ എന്താണോ എനിക്കൊരു ചേരണില്ലത്. അതെൻ്റെ സ്കിൻ ടോണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മാല വന്നിട്ട്. ഇതിൽ ഒരു എന്താ പറയുക, ആനയും അതുപോലെ തന്നെ സരസ്വതി ദേവി അങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിലൊരു റെഡ് കളർ, റെഡോ പിങ്കോ ഒരു ഷെയ്ഡിലുള്ളൊരു സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. പിന്നെ ഇതും ആ മാല പോലെ തന്നെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് യെല്ലോ കളർ കൂടിയതുപോലെ എനിക്ക് തോന്നി. കാരണം ഇത് ഇടുമ്പോഴാണ് നമുക്ക് അറിയണത് ഇത് എത്രമാത്രം ഒരു കളർ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇടുമ്പോഴേക്കും എന്താ പറയുക, ചിലവർക്കത് കുഴപ്പമില്ല, പക്ഷേ എനിക്കത് ഭയങ്കര കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ കമ്മൽ കേട്ടോ. കമ്മൽ അതിൻ്റെ സെയിം ഡിസൈൻ തന്നെ വരുന്ന കമ്മലാണ്. എന്താ പറയുക, ഇങ്ങനെ സ്റ്റഡല്ല കേട്ടോ, കമ്മലാണ്, തൂങ്ങി നിൽക്കണ ടൈപ്പാണ് കേട്ടോ. ഇതിൽ വരുന്നത് സരസ്വതി ദേവീൻ്റെ ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ റെഡ് കളറിലുള്ള സ്റ്റോൺ, റെഡോ ഒരു റോസൊക്കെ കളർ പോലത്തെ ഒരു സ്റ്റോണാണ് കേട്ടോ ഇതിനകത്തും വരുന്നത്. അപ്പോൾ ഇനി ഇത് ഇട്ടിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് കുട്ടി ഷോർട്സ് ആയിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ. ഇത് ഇട്ടിട്ട് എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളത്. എൻ്റെ ഒരു സ്കിൻ ടോണിന് ഈ രണ്ടും മാല എനിക്ക് മാച്ചായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് റിട്ടേൺ ചെയ്യാണ്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ മാലയാണ്. പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.